യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. അതിന് 5 മണ്ഡപം ഉണ്ട്. അതിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്ത് കൊണ്ടുകിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവൻ ആയിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നു അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരും എനിക്കില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തുകൊണ്ട് നടന്നു. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ജീവിതത്തെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിക്കുവാനിടയായി. യേശുക്രിസ്തു ഈ ഭൂമിയിൽ 33.5 സംവത്സരക്കാലം ജീവിച്ചിരുന്നുവെങ്കിലും താൻ ശുശ്രൂഷ ചെയ്തത് 3.5 വർഷക്കാലം മാത്രമായിരുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ പിതാവിൻ്റെ ഹിതപ്രകാരവും അതുപോലെ താൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ രക്ഷയുടെ പദ്ധതിയെ ചെയ്തെടുക്കുവാനായിട്ട് താൻ 30-ാമത്തെ വയസ്സിൽ സുവിശേഷം അറിയിക്കുവാനായിട്ട് തുടങ്ങി. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. ശുശ്രൂഷ ചെയ്യുവാൻ തുടങ്ങിയതായ സമയത്ത് അവൻ്റെ വയസ്സ് 30 വയസ്സായിരുന്നു. അവനേക്കാൾ മുൻപിലായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാനായി അയക്കപ്പെട്ടതായ ദൂതൻ സ്നാപക യോഹന്നാൻ ആയിരുന്നു. സ്നാപക യോഹന്നാനും കർത്താവായ യേശുക്രിസ്തുവിനും മധ്യയിൽ 6 മാസത്തെ പ്രായവ്യത്യാസം മാത്രമാണുള്ളത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് 6 മാസം മുൻപ് തന്നെ സ്നാപക യോഹന്നാൻ ജനിച്ചു. ആർക്കാണ് ജനിച്ചത്? എലിസബേത്തും സക്കറിയും എന്ന ശ്രേഷ്ഠരായ ആത്മീയർക്ക്, ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ജനിച്ചു. അവരുടെ ഏക സന്താനമായി യോഹന്നാൻ എന്ന് വിളിക്കുന്ന ശ്രേഷ്ഠനായ ആത്മീയൻ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവൻ, ദൈവത്തിൻ്റെ വേലയെ ഒരുപാട് സ്നേഹിച്ച് സുവിശേഷം അറിയിച്ചവൻ, ക്രിസ്തുവിന് മുമ്പായിട്ട് യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാനായി ഇറങ്ങിവന്നവൻ യോഹന്നാൻ ജനിക്കാനിടയായി. പ്രിയ സഹോദര സഹോദരി, യോഹന്നാൻ ജനിക്കുന്നതിന് മുൻപ് യോഹന്നാൻ്റെ മാതാവും പിതാവും ദൈവത്തെ സേവിച്ചു വന്നവരായിരുന്നു. അവർ ദൈവത്തെ സേവിച്ച് വന്നിരുന്ന സമയത്തും വചനപ്രകാരം അവർ ജീവിച്ച് വന്നപ്പോഴും ദൈവവേല ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവരുടെ ജീവിതത്തിലൊരു ആഗ്രഹം അത് തീരാത്ത ആഗ്രഹമായി നിന്നിരുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ ഹിതം പോലെ ജീവിച്ച് വരുന്നപ്പോഴും അവരുടെ ജീവിതത്തിലൊരു പ്രശ്നം അങ്ങനെ തന്നെ അവശേഷിച്ചു. ആ പ്രശ്നം എന്തായിരുന്നു? അവർക്കൊരു ഉദരഫലമില്ലായിരുന്നു. ദൈവത്തെ സേവിക്കുന്നുണ്ട്, പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, ശുശ്രൂഷയിലായിരിക്കുന്നു, നീതിയോടെ സത്യസന്ധതയോടെ ജീവിച്ചു. എന്തുകൊണ്ടോ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതായ വിഷയത്തിന് അവർ ഉദ്ദേശിച്ചതുപോലെ മറുപടി ലഭിച്ചില്ല. എന്നാൽ ഈ ദിവസം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കാതെ കിടക്കുന്നത്? എന്തുകൊണ്ട് ഇപ്പോഴും ഈ കണ്ണുനീരിൻ്റെ അനുഭവം എന്നെ വിട്ടുമാറാതെ പോകുന്നു? എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ഇപ്പോഴും ശാന്തിയും സമാധാനവും ലഭിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടെൻ്റെ ഭർത്താവിന് ഇനി മാനസാന്തരം കിട്ടുന്നില്ല? എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യ ഇപ്പോഴും എന്നെ കണ്ണുനീർ കുടിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾ ഇനി മാനസാന്തരപ്പെടാത്തത്? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ രക്ഷയുടെ കാര്യം നടക്കാതിരിക്കുന്നത്? എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും രക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ കണ്ണുനീർ ഒഴുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതായ ഉത്തരം ലഭിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മിൽ ചില ആളുകൾ ഒരുപക്ഷെ ഇന്ന് സങ്കടപ്പെടുന്നുണ്ടാകാം, കരയുന്നുണ്ടാകാം. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയിലും ആകുലതയിലും ആയിരിക്കുന്നുണ്ടാകാം. അതേസമയത്ത് പഠിക്കുമ്പോഴും ജോലിയില്ലാതെ ഭാരപ്പെടുന്നതായ ആളുകൾ, ആത്മീയരായിരുന്നിട്ടും കർത്താവിനെ സേവിച്ചുകൊണ്ടിരുന്നിട്ടും വിവാഹ വിഷയത്തിൽ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. അതുപോലെ മറ്റു ചിലരുണ്ട്, 10 വർഷമായി 15 വർഷമായി കഷ്ടപ്പെട്ട് ജോലി ചെയ്തു, എന്നാൽ ഞങ്ങൾക്ക് ഇതുവരെയും
സ്വന്തമായിട്ട് ഒരു വീട് പോലുമില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്നവർ ഉണ്ടായിരിക്കാം. അതുപോലെ നീതിയോടെ സത്യസന്ധതയോടെ ജീവിച്ചിട്ടും യാതൊരു ദുശീലങ്ങളുമില്ലാതെ ഇരുന്നിട്ടും എന്തുകൊണ്ട് ഈ രോഗമുണ്ടായി, എന്തുകൊണ്ട് ഈ ബലഹീനത ഉണ്ടാകുന്നു? ദിനംതോറും എൻ്റെ ശരീരം വളരെ ക്ഷീണിതാവസ്ഥയിലേക്ക് പോകുന്നു, രോഗിയായിട്ട് മാറുകയാണ്, ദിനംതോറും ക്ഷീണിച്ച് ബലഹീനാവസ്ഥയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്നുണ്ടാകാം. ദൈവചിത ശ്രദ്ധിക്കുക. ദൈവം ചില സമയത്ത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആത്മീയതയിലേക്ക് നടത്തുവാനായിട്ട്, നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ശുദ്ധീകരിക്കുവാനായി, നമ്മെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി ചില സമയത്ത് ദൈവം ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്. ചില പരിശോധനകളും ദൈവം അനുവദിക്കാറുണ്ട്. അതേസമയത്ത് ഈ പരിശോധനകളിൽ നമ്മൾ പാസ്സാകുമ്പോൾ ദൈവം നൽകുവാൻ ഉദ്ദേശിച്ചതായ അനുഗ്രഹങ്ങൾ നമുക്ക് നന്നായി നൽകിത്തരുമെന്നുള്ളതും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. വീണ്ടും വീണ്ടും പറയുകയാണ്, ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി താമസിപ്പിച്ചേക്കാം, എന്നാൽ ഒരിക്കലും അവനത് മറന്നു പോകുന്ന ദൈവം അല്ല. എലിസബത്തും സക്രിയാവും ഇവർ രണ്ടുപേരും വിശ്വാസികളാണ്, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരാണ്, പ്രാർത്ഥനാ മനുഷ്യരാണ്. എന്നിരുന്നിട്ടും അവർക്ക് മറുപടി ലഭിച്ചില്ല. എന്താണ്? അവർക്ക് കുട്ടികളില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെ വിട്ടുകളഞ്ഞോ? ഒരിക്കലുമില്ല. ദൈവം അവരുടെ പ്രാർത്ഥന, അവരുടെ അപേക്ഷ കേട്ടുകൊണ്ടേയിരുന്നു. തക്ക സമയത്ത് ശ്രേഷ്ഠമായ മറുപടി കൊടുത്തു. എത്ര ശ്രേഷ്ഠമായ മറുപടി കൊടുത്തെന്നറിയാമോ? സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെ പോലെ വലിയവനായവൻ ആരും തന്നെ ഇല്ല എന്ന് പറയുന്ന ശ്രേഷ്ഠമായ മറുപടിയെ ദൈവം കൊടുക്കാനിടയായി. ഈ ദിവസം ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ പിറുപിറുപ്പോടെ ആയിരിക്കാം. എന്നാൽ ശുഭവാർത്ത എന്താണെന്ന് വെച്ചാൽ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ അത്ഭുതം തന്നെ നിങ്ങൾക്ക് നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് മറുപടി താമസിക്കുന്നത്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും ഉണ്ടാകുന്നു. ഈ സന്ദേശം എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? നിങ്ങളുടെ വിശ്വാസത്തെ ഇത് ഉയർത്തിക്കൊണ്ട് വരുന്നതാണ്. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഈ വചനത്തെ നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക, നിങ്ങൾ കൈക്കൊള്ളുക. യേശു ചെയ്തതായ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷകളെക്കുറിച്ച് ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. യേശുക്രിസ്തുവിന് 30 വയസ്സുണ്ടായിരുന്നപ്പോൾ തൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു. തനിക്ക് മുമ്പായിട്ട് 6 മാസം മുമ്പ് തന്നെ മറ്റൊരാൾ ദൈവവേല ആരംഭിച്ചു. ആരാണ്? യോഹന്നാൻ, സ്നാപക യോഹന്നാൻ. യേശുക്രിസ്തുവിന് ഏകദേശം കേവലം 6 മാസം മുമ്പാണ് ദൈവവേല ആരംഭിച്ചത്. ആ 6 മാസം മുമ്പ് തന്നെ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു, സുവിശേഷത്തെ അറിയിച്ചു. എന്നാൽ യേശു കടന്നു വന്നപ്പോൾ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി. പിന്നീട് യോഹന്നാൻ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഇടയായി. ഒന്നാമതായി, യേശുക്രിസ്തു ജനിച്ചത് എവിടെയാണ്? ബേത്ലഹേമിൽ. വളർന്നത് എവിടെയാണ്? പറയുക, നസറേത്തിൽ. എന്നാൽ ദൈവത്തിന്റെ വേല ഏത് പട്ടണത്തെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ടാണ് തന്റെ ശുശ്രൂഷയെ മുൻപോട്ട് കൊണ്ടുപോയത്? കഫർനഹൂമിൽ. യേശുക്രിസ്തു കഫർനഹൂം കേന്ദ്രമാക്കി. കഫർനഹൂം എന്ന് പറയുമ്പോൾ അത് ഗലീലയുടെ തീരത്ത് ഉള്ളതാണ്. അതായത് ഗലീലിയ സമുദ്രത്തിന്റെ തീരത്തായിട്ട് ചുറ്റുപാടും ഒരുപാട് ദൈവവേലകൾ ചെയ്തു. കഫർനഹൂമിൽ വെച്ച് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തു. കഫർനഹൂം ഗലീലിയ സമുദ്രത്തിന്റെ നോർത്ത് സൈഡായിട്ടാണ്, സൗത്തിലായിട്ടാണ് യെരുശലേം ഉള്ളത്. എന്നാൽ കൂടുതൽ ശതമാനവും ശുശ്രൂഷകൾ ചെയ്തത് നോർത്ത് വശത്തായിരുന്നു. അതായത് ആ ദേശത്തിന്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന ഗലീലിയ സമുദ്രത്തിന്റെ ദേശത്താണ് ചെയ്തത്. എന്നാൽ അതാത് സമയത്ത് യേശുക്രിസ്തു യെരുശലേമിലേക്ക് കടന്നു വരുമായിരുന്നു. അവിടെയും തന്റെ ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. വീണ്ടും തിരിച്ചുപോയി ഗലീലിയ പ്രദേശങ്ങളിൽ കൂടുതൽ ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. യേശുക്രിസ്തു ചെയ്തതായ 33 അത്ഭുത പ്രവൃത്തികളിൽ 11 അത്ഭുതങ്ങളും എവിടെ വെച്ചാണ് ചെയ്തത്? ഒരു കഫർനഹൂം എന്ന പട്ടണത്തിൽ തന്നെയാണ് യേശുക്രിസ്തു ചെയ്തത്. ദുരാത്മാവിൽ നിന്ന് വിടുവിക്കപ്പെട്ട ആളുകളെക്കുറിച്ചുണ്ടല്ലോ, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുപാട് ദുരാത്മാക്കളിൽ നിന്നും വിടുവിച്ചിട്ടുണ്ട്. 21-ാമത്തെ അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ അവസാന വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു ചെയ്തതായ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ എഴുതുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ളതായ പുസ്തകങ്ങൾ ഒന്നും തന്നെ മതിയാകില്ല. അത്രയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ബെഥെസ്ദ കുളക്കടവിൽ 38 ആണ്ടായിട്ട് രോഗം ബാധിച്ച് കിടക്കുന്നതായ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള കാര്യമാണല്ലോ പഠിക്കുന്നത്.
ഇതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങൾ മൊത്തം 33 അത്ഭുതങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നതുണ്ട്. 4 ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ട ആളുകൾക്ക് വിടുതൽ കൊടുക്കുന്നതായി, 17 സൗഖ്യം കൊടുത്തതായ കാര്യങ്ങളെക്കുറിച്ച്, 9 പ്രകൃതി സംബന്ധമായ കാര്യങ്ങൾ, സമുദ്രത്തെ ശാസിക്കുന്നതാകട്ടെ, 5 അപ്പവും 2 മീനും അനേകർക്ക് പങ്കുവയ്ക്കുന്നതായ കാര്യമാകട്ടെ, ഇങ്ങനെയുള്ളതായ അത്ഭുതങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങൾ ആഴത്തിലേക്ക് വലയിറക്കുക, അവർ അതനുസരിച്ചപ്പോൾ വളരെ മീൻകൂട്ടം അവർക്ക് കിട്ടി, പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. ഇങ്ങനെയുള്ളതായ അത്ഭുതങ്ങൾ 9 ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ പറയുക എത്രയാണ്? 33 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ 33 അത്ഭുതങ്ങളിൽ ഇപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നതായ അത്ഭുതം യെരുശലേമിൽ നടന്നതാണ്. അതിനു മുമ്പ് നടന്നതായ അത്ഭുതങ്ങൾ കൂടുതൽ ശതമാനവും ഗലീലിയ പ്രദേശങ്ങളിലും അതുപോലെ കഫർനഹൂമിലും കാനാവെന്ന ഗ്രാമത്തിൽ നടന്നതായ അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. ഇപ്പോൾ യേശുക്രിസ്തു യെരുശലേമിലേക്ക് വന്നിരിക്കുന്നു. കഫർനഹൂമിലും ഗലീലയിലും യഹൂദ ദേശങ്ങളിലും ദൈവവേല ചെയ്ത യേശു ഇപ്പോൾ യെരുശലേമിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് വന്നതെന്ന് ബൈബിളിൽ കാണുന്നു. എന്തുകൊണ്ടാണ് വന്നത്? 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി എന്നാണ് കാണുന്നത്. വാസ്തവത്തിൽ യെരുശലേമിൽ അപ്പോൾ ഒരു സെലിബ്രേഷൻ, എന്താണ്? ഒരു ഉത്സവം നടക്കുകയാണ്. അങ്ങനെ ഉത്സവം നടക്കുന്നതുകൊണ്ട് ആ ദേശത്തേക്ക് നാനാദിക്കു നിന്നുള്ള അനേകം ആളുകൾ കൂടി വരുവാനിടയായി. ഇസ്രായേൽ ജനത്തോട് ദൈവം നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ചില ഉത്സവങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഉത്സവങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ ആഘോഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പന ഇസ്രായേൽ ജനത്തിന് ഉണ്ടായി. അതുകൊണ്ട് യഹൂദന്മാർ അവർക്കുണ്ടായിരിക്കുന്ന ഉത്സവങ്ങൾ നിശ്ചയമായിട്ടും ആഘോഷിക്കുമായിരുന്നു. ഉത്സവം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സന്തോഷത്തോടെ ആഘോഷത്തോടുകൂടി നടക്കുന്നതാണ്. അതുകൊണ്ട് യെരുശലേം മുഴുവനും സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും തിമിർപ്പിലായിരുന്നു. ഏത് വീട്ടിൽ നോക്കിയാലും ഉത്സവത്തിന്റെ അന്തരീക്ഷം, ഏത് ഭവനത്തിൽ നോക്കിയാലും രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. എവിടെ തിരിഞ്ഞാലും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവത്തിന്റെയും ആഘോഷങ്ങൾ നടക്കുന്നത് കാണാമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഉത്സവം നടക്കുമ്പോൾ ഇവിടെ വേദപണ്ഡിതന്മാർ പറയുന്നത്, ഏത് ഉത്സവമെന്ന് രേഖപ്പെടുത്താത്തതുകൊണ്ട് ചിലർ പറയുന്നത് ഇത് പെസഹ ഉത്സവമായിരിക്കും എന്നാണ്. ഇതാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അതെന്ത് തന്നെയായാലും ഉത്സവം നടക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു. എല്ലാ വീടുകളിലും സന്തോഷമാണ്. ഉത്സവം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ചില ആളുകൾ പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങും. മറ്റു ചിലരാണെങ്കിൽ വീട് നന്നായിട്ട് അലങ്കരിക്കും, പുതിയ പെയിന്റുകളൊക്കെ അടിക്കും, വളരെ മനോഹരമാക്കി സൂക്ഷിക്കും. അതുപോലെ തന്നെ ബന്ധുക്കൾ വീട്ടിലേക്ക് വരും. ആ വീട്ടിലുണ്ടായിരിക്കുന്ന മക്കളെയും മരുമക്കളെയും ഒക്കെ സന്തോഷത്തോടെ വിളിക്കും, ബന്ധുമിത്രാദികളെ വിളിക്കും, സന്തോഷത്തോടെ സമയത്തെ ചിലവഴിക്കും. അങ്ങനെ സന്തോഷത്തോടെ കഴിയും. അതായിരുന്നു അന്ന് യെരുശലേമിൽ നടക്കുന്നതായ ആ സന്ദർഭം. ആ പട്ടണത്തിൽ ഉത്സവം നടക്കുകയാണ്. ആ സമയത്താണ് യേശുക്രിസ്തു ആ പട്ടണത്തിലേക്ക് വന്നത്. യേശുക്രിസ്തു എവിടേക്കാണ് വന്നത്? യെരുശലേമിലേക്ക് കടന്നു വന്നു. യെരുശലേം വളരെ പ്രത്യേകതയുള്ള പട്ടണമാണ്. എന്തുകൊണ്ടെന്നാൽ അത് ദൈവം സ്നേഹിക്കുന്നതായ പട്ടണമാണ്. ദൈവം തിരഞ്ഞെടുത്തതായ പട്ടണമാണ്. യെരുശലേമിന്റെ വാതിലുകൾ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടതാണെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേം എന്നത് ദൈവം തിരഞ്ഞെടുത്ത പട്ടണമാണ്. യെരുശലേമിൽ തന്നെയാണ് ദൈവത്തിന്റെ ആലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. യെരുശലേമിൽ തന്നെയാണ് ദാവീദ് തന്റെ സിംഹാസനം ഉറപ്പിച്ച് ആ രാജ്യത്തെ മുഴുവനും നന്നായിട്ട് ഭരിച്ചത്. ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രധാന പട്ടണമാണ് യെരുശലേം. ദൈവത്തിന്റെ ദൃഷ്ടി എല്ലായ്പ്പോഴും യെരുശലേം പട്ടണത്തിൽ ഉണ്ടെന്നാണ് വചനം പറയുന്നത്. അതായത് ദൈവം ഒരുപാട് സ്നേഹിക്കുന്നതായ പട്ടണം, ദൈവത്തിന് ഒരുപാട് പ്രീതിയുള്ളതായ പട്ടണമാണ്, ദൈവം എപ്പോഴും ശ്രദ്ധിക്കുന്നതായ പട്ടണമാണ് യെരുശലേം പട്ടണം. ഇതെല്ലാം പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവം സ്നേഹിക്കുന്ന ആ പട്ടണത്തിലേക്കാണ് യേശുക്രിസ്തു അന്ന് കടന്നു വന്നത്. അതായത് താൻ ഒരുപാട് സ്നേഹിക്കുന്ന പട്ടണത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വന്നു. പ്രിയ സഹോദര സഹോദരി, അവൻ വളർന്നത് നസ്രയത്തിലാണ്. അവൻ നസ്രയത്തിൽ വളർന്നുവെന്നാൽ അവിടെ താൻ ദൈവ ശുശ്രൂഷ ചെയ്യുന്നതായ സമയത്ത് ആ ദേശത്തുണ്ടായിരിക്കുന്നതായ ജനങ്ങൾ കർത്താവ് ചെയ്തതായ ദൈവവേലയെ കണ്ടുകൊണ്ട് അസൂയപ്പെട്ട ആളുകളുണ്ട്. അവൻ ചെയ്യുന്ന ശുശ്രൂഷ
അത്ഭുതകരമായി വളർന്നു വന്നപ്പോൾ അതിനെതിരെ തിരിഞ്ഞ് തടസ്സപ്പെടുത്തിയതായ അനേകം ആളുകൾ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് നസ്രേത്ത് പട്ടണത്തെ വിട്ടുകൊണ്ട് കഫർന്നഹൂമിലേക്ക് യേശുക്രിസ്തു കടന്നുവന്ന് തന്റെ ശുശ്രൂഷയെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോയി. കഫർന്നഹൂമിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പത്രോസും അന്ത്രയാസും മറ്റ് അനേകം ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് കഫർന്നഹൂമിനെ ക്യാപിറ്റൽ സിറ്റിയായിട്ട് ദൈവ ശുശ്രൂഷയുടെ മുഖ്യ പട്ടണമായിട്ട് യേശു തിരഞ്ഞെടുത്തുകൊണ്ട് അത്ഭുതകരമായ ദൈവവേല ചെയ്തിരുന്നു. അതേ സമയത്ത് കിട്ടുന്ന സമയങ്ങളിൽ യെരുശലേമിൽ വന്ന് അവിടെയും ദൈവവേല ചെയ്യുമായിരുന്നു. അവിടെയും വചന ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ വളരെ ദുഃഖകരമായ വേദനാജനകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, യെരുശലേമിലേക്ക് യേശുക്രിസ്തു കടന്നു വരുമ്പോൾ എന്തുകൊണ്ടോ അവിടെ ഉണ്ടായിരിക്കുന്ന ദൈവദാസന്മാർ, ശുശ്രൂഷകന്മാർ, മഹാപുരോഹിതന്മാർ, ന്യായപ്രമാണ ഉപദേശകർ, ശാസ്ത്രിമാർ യേശുക്രിസ്തു പ്രസംഗിക്കുന്നതായ സത്യങ്ങളെയും യേശുക്രിസ്തു ചെയ്യുന്നതായ അത്ഭുത കാര്യങ്ങളെയും അംഗീകരിക്കുന്നതിന് പകരമായി അവർ അത് തള്ളിക്കളയുമായിരുന്നു. അതായത് യേശുക്രിസ്തു യെരുശലേമിലേക്ക് കടന്നുവരുന്ന ഓരോ പ്രാവശ്യവും പലതരത്തിലുള്ള എതിർപ്പുകളെ അവന് നേരിടേണ്ടി വന്നിരുന്നു. പ്രിയ സഹോദര സഹോദരി, യേശു ഒരുപാട് സ്നേഹിച്ചതായ പട്ടണമാണ് യെരുശലേം. എന്നാൽ ആ യെരുശലേമിൽ തന്നെ ദൈവം ഒരുപാട് സ്നേഹിക്കുന്നതായ ആ ലോക രക്ഷകനെ തള്ളിക്കളയുക എന്നത് എത്രയോ ദുഃഖകരമാണ്. ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പഠിക്കേണ്ടതായ ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, സാധാരണമായി നമ്മൾ സ്നേഹിക്കാറുണ്ട്. നമ്മൾ മക്കളെ സ്നേഹിക്കാറുണ്ട്, മകനെ സ്നേഹിക്കും, മകളെ സ്നേഹിക്കും, ഭാര്യയെ സ്നേഹിക്കും, നമ്മുടെ സ്നേഹിതരെ, ആത്മീയരെയൊക്കെ നമ്മൾ സ്നേഹിക്കാറുണ്ട്, ബന്ധുക്കളെയൊക്കെ നമ്മൾ സ്നേഹിക്കാറുണ്ട്. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സ്നേഹത്തെ അവർ കൈക്കൊള്ളണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ അവർ സ്വീകരിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. യേശുവും ഒരുപാട് പ്രതീക്ഷിച്ചു യെരുശലേം തന്നെ കൈക്കൊള്ളും എന്നത്. യെരുശലേമിൽ ഉള്ള പട്ടണത്തിലെ ജനങ്ങൾ തന്റെ സന്ദേശങ്ങളെ കൈക്കൊള്ളുമെന്നും തന്റെ സ്നേഹത്തെ തിരിച്ചറിയുമെന്നും അവനൊരുപാട് ആഗ്രഹിച്ചു. യെരുശലേമേ, യെരുശലേമേ, നീ രക്ഷ പ്രാപിക്കാനായി ഞാൻ എത്രയോ ആഗ്രഹിച്ചിരുന്നു. കോഴി തന്റെ ചിറകടിയിൽ കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ എന്റെ ചിറകടിയിൽ ഞാൻ നിന്നെ കാത്തില്ലേ? എങ്കിലും നീ എനിക്ക് നേരെ തിരിയുകയാണ്. എന്റെ വാക്ക് കേൾക്കാതെ നീ അനുസരണക്കേട് കാണിക്കുകയാണ്. യെരുശലേമിനെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു വിലപിച്ചു. സഹോദര സഹോദരി, അതായത് എല്ലാവരും നിന്നെ അംഗീകരിക്കണം, എല്ലാവരും നിന്നെ സ്വീകരിക്കണം, എല്ലാവരും നിന്നെ സ്നേഹിക്കണം, എല്ലാവരും നിന്നെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സാധാരണമായ കാര്യമാണ്. എന്നാൽ കേൾക്കൂ, എല്ലാവരും നിന്നെ മനസ്സിലാക്കുകയില്ല, എല്ലാവരും നിന്നെ കൈക്കൊള്ളില്ല, എല്ലാവരും നിന്നെ സ്നേഹിക്കില്ല. ചിലർ നിന്നെ എതിർക്കും. നീ എത്ര സ്നേഹമുള്ള വ്യക്തിയാണെങ്കിലും, എത്ര നല്ല വ്യക്തിയാണെങ്കിലും, നല്ല വ്യക്തിത്വമുള്ളവനാണെങ്കിലും, നല്ല ആത്മീയനാണെങ്കിലും, എത്രയോ മനസ്സാക്ഷിയോടുകൂടി വിശ്വസ്തയോടെ ദൈവവേല ചെയ്താലും, നീ വളരെ ആത്മാർത്ഥമായിട്ട് വചനം സംസാരിച്ചാലും, സത്യസന്ധതയോടെ പെരുമാറിയാലും നിന്നെ എതിർക്കുന്നതായ ആളുകളുണ്ടാകും. നിന്നെ വെറുക്കുന്ന ആളുകളുണ്ടായിരിക്കും, നിന്നെ ദുഷിക്കുന്ന ആളുകളുണ്ടാകും, നിന്നെ അംഗീകരിക്കാതെ നിന്നെ തള്ളിക്കളയുന്നവർ ഉണ്ടായിരിക്കാം, നിന്നെ വിമർശിക്കുന്നവർ ഉണ്ടായിരിക്കാം. ഈ അനുഭവം യേശുവിന് പോലുമുണ്ടായി. യേശുക്രിസ്തുവിൽ ഒരു വ്യക്തിക്ക് പോലും ഒരു കുറവോ ഒരു പാപത്തെയോ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കും ഒരു കുറ്റവും ഒരു കുറവും യേശുവിൽ കാണുവാൻ കഴിയാതെ ഇരുന്നിട്ടും യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നവരുണ്ടായിരുന്നു, അവനെ വെറുക്കുന്നവരുണ്ടായിരുന്നു, ദുഷിക്കുന്നവർ ഉണ്ടായിരുന്നു, പക കാണിക്കുന്നവർ ഉണ്ടായിരുന്നു, അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നവർ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അസൂയയാണ്. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു പറയുന്ന വചനത്തിൽ ശക്തിയുണ്ട്. യേശു വചനം സംസാരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ആ വചനം ആശ്വാസമായി തോന്നിയിരുന്നു. അവർക്കത് മനസ്സിലായിരുന്നു. അവരുടെ ജീവിതങ്ങളെ അത് സ്വാധീനിച്ചിരുന്നു. വളരെ ശക്തമായി വചനം സംസാരിച്ചതുകൊണ്ട് അനേകം ആളുകൾ കൂട്ടം കൂട്ടമായി അവന്റെ വചനം കേട്ട് ആകർഷിക്കപ്പെട്ട് വന്നപ്പോൾ ജനം പെരുകി വരും തോറും യേശുക്രിസ്തുവിന് ശത്രുക്കളും പെരുകി വന്നു. അനേകർ അവനെ കൈക്കൊണ്ടിരുന്ന സമയത്തും യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നതായ ആളുകളും പെരുകി വന്നു. ആരായിരുന്നു യേശുവിനെ എതിർത്തിരുന്നത്? ആരാണ് യേശു ചെയ്തു വന്ന ശുശ്രൂഷയെ തടയാനായിട്ട് ശ്രമം നടത്തിയത്? ആരാണ് യേശുക്രിസ്തു ചെയ്യുന്ന ശുശ്രൂഷ മുൻപോട്ട് പോകുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചത്? ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നുണ്ടായിരുന്ന മഹാപുരോഹിതന്മാരായിരുന്നു. ദൈവദാസന്മാർ തന്നെ യേശുക്രിസ്തു ചെയ്ത സേവയ്ക്ക് തടസ്സം സൃഷ്ടിക്കാനിടയായി.
ദേവദാസന്മാർ തന്നെ, മഹാപുരോഹിതന്മാർ തന്നെ, ശാസ്ത്രിമാർ തന്നെ, ഉപദേഷ്ടാക്കന്മാർ തന്നെ, പരീശന്മാർ തന്നെ, ശാസ്ത്രിമാർ തന്നെ, ഈ ബൈബിൾ പിടിച്ചുകൊണ്ട് ഉപദേശിക്കുന്നവർ തന്നെ യേശുക്രിസ്തു ചെയ്തു വന്ന വേലയെ തടസ്സപ്പെടുത്തി. അവനെ എതിർത്തു. വചനം സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു, ഇവിടെ നിന്നും പോവുക എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളിൽ ആരെങ്കിലും കർത്താവിന് വേണ്ടി ഉണർവോടെ ജീവിക്കുകയാണെങ്കിൽ, കർത്താവിന്റെ സ്നേഹത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കർത്തൃ ശുശ്രൂഷയിൽ ശക്തമായിട്ട് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന സമയം, നീ ചെയ്യുന്ന ശുശ്രൂഷയാകട്ടെ, നീ ചെയ്യുന്നതായ ദൈവവേലയാകട്ടെ, മിനിസ്ട്രിയാകട്ടെ, വളരുന്നതായ സമയത്ത് അനേകർ കടന്നു വരുമ്പോൾ സാധാരണമായിട്ട് കരയുന്നവർ ആരാണെന്നറിയാമോ? പറയുക, ആരാണ് എതിർക്കുന്നത്? അന്ന് യേശു ശുശ്രൂഷ ചെയ്തപ്പോൾ യേശുവിനെ എതിർത്തത് ശുശ്രൂഷകർ തന്നെയാണ്. അന്ന് യേശു ക്രിസ്തു ചെയ്തതായ ശുശ്രൂഷ വർദ്ധിച്ചു വന്നതായ സമയത്ത് അവന്റെ ശുശ്രൂഷകളെ തടഞ്ഞതായ ആളുകൾ പുരോഹിതന്മാരാണ്, ന്യായപ്രമാണം ഉപദേശിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷേ ഈ ദിവസം ആരെങ്കിലും കാൽവരി ടെമ്പിളിനെ ആകട്ടെ, ഇവിടുത്തെ ശുശ്രൂഷയെ ആകട്ടെ എതിർക്കുവാനായി ശ്രമം നടത്തുമ്പോൾ, അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഈ ശുശ്രൂഷയെ സ്നേഹിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ആളുകൾ, അതുപോലെ ഈ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുവാൻ എതിർക്കുന്നതായ ആളുകൾ കാണുന്നതായ സമയത്ത് നിങ്ങൾ അതിശയിക്കേണ്ടതില്ല. ഇത് സ്വാഭാവികമാണ്, ഇത് സാധാരണമാണ്. കാൽവെട്ടമ്പിന്റെ കാര്യം മാത്രമല്ല, അത് എവിടെയാണെങ്കിലും ശരി, ഏത് ദൈവബലിയാണെങ്കിലും വചനപ്രകാരം ചെയ്യുന്ന സമയം ആ ദൈവിക ശുശ്രൂഷകളിൽ കൂടി പിശാചിന് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, തകർന്നു പോകുന്നു എന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ, പലതരത്തിലുള്ള മാർഗത്തിൽ കൂടി ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്ന ശുശ്രൂഷകളെ, വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതായ സഭകളെ, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ആത്മീയതയുള്ള വ്യക്തികളെയൊക്കെ പലപ്പോഴും പിശാച് എതിർക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഇത് സാധാരണമാണ്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് നിരാശപ്പെടരുത് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വരും, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ ഞങ്ങളുടെ പിതാവേ, എത്ര വ്യക്തമായിട്ടാണ്, ലളിതമായിട്ടാണ് കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആത്മീയമായ വിലയേറിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട്, കർത്താവേ നീ എത്ര നല്ലവനാണെന്നും എത്രയോ കരുണയുള്ള ദൈവമാണെന്നും ഞങ്ങളോടുള്ള നിന്റെ സ്നേഹം എത്ര വലിയതാണെന്നുമൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ളതായ നിന്റെ ഈ സന്ദേശം നൽകിയതോർത്ത് നിന്നെ സ്തുതിക്കുകയാണ്. കർത്താവെ, ശ്രേഷ്ഠമായ ദിനങ്ങൾ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്, നല്ല ദിവസങ്ങൾ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ എത്ര അന്വേഷിച്ചാലും ഞങ്ങളുടെ മുൻപിൽ ശത്രുക്കൾ ഉള്ളതുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയാതെയിരിക്കുന്നു. ഈ ശത്രുക്കളെ തുടച്ചു നീക്കാൻ പോകുന്നതോടത്ത് നിന്നെ സ്തുതിക്കുകയാണ്. ശ്രേഷ്ഠമായ സന്ദേശം നീ പങ്കുവച്ചല്ലോ. നിന്റെ ദൃഷ്ടി എല്ലായ്പ്പോഴും ഞങ്ങളുടെ മേലാണല്ലോ. ഞങ്ങൾക്കൊരു കേടും പറ്റാതെ സൂക്ഷിക്കുന്ന വലിയ ദൈവമാകുന്നുവല്ലോ നീ. അതോർത്ത് നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. രാജാവേ, വ്യക്തിപരമായിട്ട് ആരൊക്കെയാണോ, ഏതെല്ലാം പ്രശ്നങ്ങളാണോ നിന്റെ മുൻപിലേക്ക് അവർ സമർപ്പിച്ചിരിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് സമാധാനം കൊടുക്കണമേ. അവരുടെയും അവരുടെ കുടുംബത്തെയും മക്കളെയും പ്രത്യേകമായിട്ട് കാത്ത് പരിപാലിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address: Calvary, Post Box number 30, Kukatpalli, Hyderabad 72.